അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പത്തനംതിട്ട ഒരു ഫാമിലി മൊത്തം ആക്സിഡന്റ് ആയി കണ്ടു. ഒരു ഉറങ്ങിപ്പോയതാണ്, അറിഞ്ഞിട്ടേ ഇല്ല. ദൂരെ യാത്ര പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ചില അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അതിൽ ഒന്നാണ് പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ട് യാത്ര ചെയ്യുക. നമ്മൾ ലോങ് ഡിസ്റ്റൻസ്, പ്രത്യേകിച്ച് ഒരു 6 മണിക്കൂർ 7 മണിക്കൂർക്ക് യാത്ര പോകുമ്പോൾ അതിന്റെ മുമ്പത്തെ ദിവസം ഒന്ന് ഉറങ്ങി നല്ലൊരു സ്ലീപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല. ഉറക്കം വന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഫുൾ അലേർട്ട് ആയിട്ടിരുന്ന് വണ്ടി ഓടിക്കാം. നമ്മൾ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ഉറക്കം തൂങ്ങി കണ്ണടച്ചാൽ മതി ആക്സിഡന്റ് ആവാനായിട്ട്. ഉറക്കം വന്നാൽ നമ്മൾ ചെറിയ പവർ നാപ്പ് എടുക്കുക. ഒരു 10 മിനിറ്റ് നമ്മൾ റിഫ്രഷ് ആയി കിട്ടുമ്പോൾ നമുക്ക് 2 hours നമുക്ക് സസ്റ്റൈൻലി പോകാനും പറ്റും. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടയർഡ് ആയിട്ട് നമ്മൾ ഇതേപോലെ ഡീഹൈഡ്രേഷൻ സംഭവിച്ച് പല ക്ഷീണവും സംഭവിക്കാം. ഷുഗർ ആരും എന്ത് ശ്രദ്ധിക്കേണ്ടത്? ഷുഗർ ശ്രദ്ധിക്കുന്നത് പല ആൾക്കാരും ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇപ്പൊ ഇൻസുലിൻ എടുക്കുമ്പോൾ നമുക്ക് അറിയാം ഷുഗർ പെട്ടെന്ന് ഫ്ലക്ച്വേഷൻ വരാം, പെട്ടെന്ന് കുറയാം. അപ്പൊ അതിന്റെ ഫുഡ് കറക്റ്റ് കഴിക്കുക, പോർഷൻസ് എപ്പോഴും കഴിക്കുക. ലോങ് ഡിസ്റ്റൻസിൽ അവിടെ എത്തിയിട്ട് കഴിക്കാന്ന് വിചാരിക്കരുത്. നമ്മൾ സ്ഥിരം കഴിക്കുന്നത് പോലെ തന്നെ കഴിച്ചു പോകണം. ആ ഡോസും കറക്റ്റ് ആയിട്ട് എടുക്കുക. എന്തെങ്കിലും ക്ഷീണം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി നിർത്തുക, എന്നിട്ട് ഷുഗർ ചെക്ക് ചെയ്യുക. വേറെ കാര്യം വെച്ചാല് അങ്ങനെ അവസ്ഥയിൽ ചെറിയൊരു മിഠായി എന്തെങ്കിലും സേഫ് ആണ്. നമ്മൾ ലോങ് യാത്ര ചെയ്യല്ലേ, അപ്പൊ നമുക്ക് ഷുഗർ കുറയാനുള്ള ഒരു സാധ്യതയാണ്. ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, ഒരു ബോധം ഉണ്ടാവില്ല, നമ്മൾ പെട്ടെന്ന് കുഴഞ്ഞു പോകും. ഇതിൽ വേറൊരു കോംപ്ലിക്കേഷൻ ആണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഓട്ടോമാറ്റിക് കാർസ് ഓടിക്കുമ്പോൾ നമ്മൾ ഈ കാല് അനക്കാതെ തന്നെ വെക്കുകയാണ്. അപ്പൊ അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓടുന്ന ആൾക്കാരിൽ ബ്ലോക്ക് പോലത്തെ പ്രശ്നങ്ങൾ കാലിൽ വന്ന് വിഷയമാവാം. ഈ ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന വിഷയങ്ങൾ. അതിന് നമ്മൾ പറയുന്നത് ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ യാത്രയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് പുറത്തിറങ്ങുക, ഒന്ന് കയ്യും കാലും സ്ട്രെച്ച് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നടന്നു കയറുക. അപ്പൊ നമ്മുടെ ബോഡി ഓക്കെ, പിന്നെ വീണ്ടും യാത്ര തുടരാം. അപ്പൊ ബ്രേക്ക് എപ്പോഴും എടുത്ത് യാത്ര ചെയ്യുക. ഡ്രൈവ് സേഫ് ആൻഡ് ബി ഹെൽത്തി.